റീജിയനിൽ ചൈനയ്ക്ക് വളരെ വലിയൊരു വെല്ലുവിളിയായിരിക്കുന്നത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയുടെ പക്കൽ നിരവധി ഫൈറ്റർ ജെറ്റ്സ് വാങ്ങണം, അതുപോലെ തന്നെ ബോംബർ വിമാനങ്ങൾ വാങ്ങണമെന്ന പ്ലാൻ ഉണ്ടെങ്കിലും ഇപ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് രണ്ട് പക്ഷമായിരിക്കുകയാണ്. ഒരു പക്ഷം പറയുന്നത് B-21 റെയ്ഡർ. ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലേ? ലോകത്തിലെ തന്നെ ആദ്യത്തെ 6th ജെൻ ഫൈറ്റർ ബോംബർ. ഇത് വാങ്ങിക്കണമെന്ന് ഒരു പക്ഷവും ഇതിന്റെ ആവശ്യമില്ല എന്ന മറ്റൊരു പക്ഷവും. F-35 വെച്ച് തന്നെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് അവരുടെ അഭിപ്രായങ്ങൾ അവർ ഷെയർ ചെയ്യുന്നുമുണ്ട്. ഈ B-21 റെയ്ഡർ ഓസ്ട്രേലിയ ആവശ്യപ്പെട്ടാൽ അമേരിക്ക അത് കൊടുക്കാൻ സാധ്യതയുണ്ടോ? എന്തുകൊണ്ട് ഓസ്ട്രേലിയൻ ജനങ്ങളും മറ്റ് നിരവധി പേരും ഇത് വേണ്ട എന്ന് വെറുക്കണം? ഈ B-21 റെയ്ഡർ വാങ്ങുന്നത് മൂലം എന്ത് പ്രശ്നമാണ് ഓസ്ട്രേലിയക്കുള്ളത് എന്ന് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓസ്ട്രേലിയ, ചൈന, ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അല്ലെങ്കിൽ തന്നെ കുറച്ചധികം ദിവസങ്ങളായി പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നം എപ്പോഴാണ് സിവിയർ ആയതെന്നറിയാമോ? 2019 കോവിഡ് വന്നതിന് ശേഷം. ഓൾറെഡി ഇൻഡോ പസഫിക് റീജിയനിലും അതുപോലെ തന്നെ പസഫിക് ഓഷ്യനിലും ഓസ്ട്രേലിയയ്ക്കും ചൈനയ്ക്കും നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓസ്ട്രേലിയയുടെ ബോർഡർ സർഫസിനുള്ളിൽ ചൈനയുടെ മിസൈൽസ് പോകുന്നുണ്ടെന്നും ഓസ്ട്രേലിയൻ നേവി സക്സസ്ഫുൾ ആയി പ്രതിരോധിക്കുന്നുണ്ട് എന്ന വാർത്തയും നിരവധി വരാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ 2019 കോവിഡ് വന്നതിന് ശേഷം രണ്ട് ഭരണകൂടവും തമ്മിൽ തല്ലാൻ തുടങ്ങി. ഈ കോവിഡ് പാൻഡമിക് ചൈന മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്നായിരുന്നു ഓസ്ട്രേലിയയുടെ വാദം. ഓസ്ട്രേലിയ ഓപ്പണായി ചൈനയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ ചൈനയ്ക്കും ദേഷ്യം വന്നു. അതിനുശേഷം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡ് ഒരുപാട് കുറയുകയും ചെയ്തു. അതുപോലെ തന്നെ നിരവധി വിഭാഗങ്ങളിൽ ട്രേഡ് ഇല്ലാതാക്കി എന്ന് പറയാം. മറ്റൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ ഒരു പ്രോ വെസ്റ്റേൺ കൺട്രിയാണ്, അതായത് അമേരിക്കയുടെ ഒരു കൈയാണെന്ന് പറയാം. സോ ചൈനയെ കൗണ്ടർ ചെയ്യാൻ അമേരിക്ക ഓസ്ട്രേലിയയെ വെച്ച് നിരവധി ഗെയിം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഓസ്ട്രേലിയ നിരവധി സ്ട്രാറ്റജിക്കൽ വെപ്പൺസ് അവരുടെ ഡിഫൻസിന് വേണ്ടി അമേരിക്കയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വാങ്ങിയപ്പോൾ അതിനോടൊപ്പം F-35 ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയ ഈ F-35 വാങ്ങിയത് F-35നെ കുറിച്ച് ശരിക്കും സ്റ്റഡി ചെയ്തിട്ടാണോ വാങ്ങിയത്, അതോ വെപ്പൺസ് എല്ലാം വാങ്ങിയതിനോടൊപ്പം വാങ്ങിയതാണോ എന്നറിയില്ല. ഈ F-35 വാങ്ങിയത് മുതൽക്കേ തന്നെ ഓസ്ട്രേലിയയിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. നിരവധി ഓസ്ട്രേലിയൻ പൊളിറ്റീഷ്യൻസ് ഈ F-35നെതിരെ നിരവധി ക്രിട്ടിസൈസുമായി വന്നു. ഈ F-35 വെച്ച് യാതൊരു പ്രയോജനവുമില്ല, ഓസ്ട്രേലിയൻ നീഡ്സിന് ഇത് ആവശ്യമില്ലാത്ത കാര്യമാണ്, അത്രയ്ക്കും എഫിഷ്യന്റ് അല്ല, ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു. ഇതിനെല്ലാം പ്രധാനപ്പെട്ട ചില കാരണങ്ങളുമുണ്ട്. ഈ F-35 ഓസ്ട്രേലിയക്ക് ആവശ്യമില്ലാത്തതാണ്. ഇനി അഥവാ ചൈന ഓസ്ട്രേലിയ യുദ്ധം വന്നാൽ തന്നെയും ഈ ഓസ്ട്രേലിയയിലെ F-35 വെച്ച് ചൈനയ്ക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രി, അതായത് ഒരു രാജ്യത്തിന് ചുറ്റും ലാൻഡ് ആണ് ഉള്ളത് എങ്കിൽ അവിടേക്ക് അവരുടെ എയർ സ്പേസിലേക്ക് ശത്രുവിന്റെ എയർ സ്പേസ് പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് പ്രവേശിച്ച് ആക്രമണം നടത്തി തിരിച്ചു വരാൻ ഈ F-35 ഉപയോഗിക്കാം. പക്ഷേ ഈ ഓസ്ട്രേലിയൻ കൺട്രി എന്ന് പറയുന്നത് സമുദ്രത്താൽ ചുറ്റപ്പെട്ടവയാണ്, പലപ്പോഴും ഒരു ദ്വീപ് ഭൂഖണ്ഡം എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഓസ്ട്രേലിയക്ക് തൊട്ടടുത്തായി മറ്റ് രാജ്യങ്ങളൊന്നുമില്ല. ഇനി അഥവാ ചൈനയെ കൗണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അധിക റേഞ്ചുള്ള ഫൈറ്റർ ജെറ്റ് ആണ് ആവശ്യം. സ്റ്റെൽത്ത് കപ്പാസിറ്റി അത്രത്തോളം ആവശ്യം വരില്ല. ഈ F-35ന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്താൽ പോലും 1000 കിലോമീറ്ററിനടുത്തേ വരെയുള്ളൂ. അഥവാ ഇനി റീഫ്യൂവൽ ചെയ്താൽ പോലും 1200 മുതൽ 1500 കിലോമീറ്റർ വരെ മാത്രമേ റേഞ്ച് ലഭിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ റേഞ്ച് ഈ F-35ന് തരാൻ പറ്റില്ല. അതിന്റെ എൻജിൻസ് മുഴുവനായും തകരാറിലാകും. ചൈനയും തൊട്ടടുത്തല്ലല്ലോ ഉള്ളത്. അങ്ങനെയുള്ളപ്പോൾ മറ്റേതെങ്കിലും വിമാനം വാങ്ങിയാൽ മതിയായിരുന്നു. ഈ F-35 മുഴുവനായും വേസ്റ്റ് ആണെന്ന് നിരവധി പൊളിറ്റീഷ്യൻസ് ഓസ്ട്രേലിയൻ ഭരണകൂടത്തെ ശരിക്കും ക്രിട്ടിസൈസ് ചെയ്തു. ഈ F-35 വിമാനങ്ങൾ വാങ്ങിയതോടെ തീരില്ല. ഇതിനെ പ്രതിവർഷം അതിന്റെ സർവീസ് ചാർജ് മാത്രം മില്യൺ കണക്കിന് ചിലവാക്കേണ്ടി വരും. ഇപ്പോൾ റീസെന്റ് ആയുള്ള പ്ലാനാണ് B-21 റെയ്ഡർ. ഓൾറെഡി B-2 സ്പിരിറ്റ് എന്ന ഒരു 5th ജെൻ എയർക്രാഫ്റ്റ്, ബോംബർ എയർക്രാഫ്റ്റ് അമേരിക്കയുടെ പക്കലുണ്ട്. അതിന്റെ അടുത്ത ഘട്ടമായാണ് 6th ജെൻ ഫൈറ്റർ ബോംബർ എയർക്രാഫ്റ്റ് നിർമ്മിച്ചത്. അതാണ് B-21 റെയ്ഡർ. പക്ഷേ അതിപ്പോൾ ടെസ്റ്റിംഗ് ഫേസിലാണുള്ളത്. ഓസ്ട്രേലിയയും ഇങ്ങനെയുള്ള വിമാനം വാങ്ങണമെന്ന പ്ലാൻ വന്നപ്പോഴാണ് ഓപ്പോസിറ്റ് സൈഡിലുള്ളവർ അവരുടെ എതിർപ്പറിയിക്കുന്നത്. ഓൾറെഡി വാങ്ങിയ F-35 വെച്ച് തന്നെ യാതൊരു ഉപയോഗവുമില്ല.
ഇതിനു പകരമായി മറ്റെന്തെങ്കിലും വാങ്ങിക്കാമെന്ന അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ഉദാഹരണമായി B-21 റൈഡർ എന്നത് പല ബില്യൺ പ്രോജക്റ്റ് ആണ്. ഇത് ഓസ്ട്രേലിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയ അവരുടെ ഡിഫൻസ് ബഡ്ജറ്റ് ഇംപ്രൂവ് ചെയ്യേണ്ടതായി വരും. 2021-2022 വെറും 31.5 ബില്യൺ ഉണ്ടായിരുന്ന അവരുടെ ഡിഫൻസ് ബഡ്ജറ്റ് F-35 സർവീസ് ചെയ്യണം, മറ്റു ചില ചിലവുകളെല്ലാം ചേർത്ത് 2022-2023 33.7 ബില്യൺ അമേരിക്കൻ ഡോളറായി മാറി. ഈ എക്സ്ട്രാ വന്ന പണമെല്ലാം ഈ ഒരു പ്രോജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ B-21 റൈഡർ കൂടി ഓസ്ട്രേലിയ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ജനങ്ങളുടെ നികുതി പണം അധികമായി ഈടാക്കേണ്ടി വരും. അതുമാത്രമല്ല, ഈ വിമാനത്തിന്റെ റേഞ്ച് 5000 കിലോമീറ്റർ കൂടുതലുണ്ട്. എന്നാൽ പോലും എത്ര വിമാനങ്ങൾ അമേരിക്കയുടെ പക്കൽ നിന്നും ഓസ്ട്രേലിയക്ക് വാങ്ങിക്കാൻ പറ്റും? ഇതൊരു 6th ജെൻ എയർക്രാഫ്റ്റ് ആണെങ്കിൽ കൂടി ചൈന അവരുടെ ഹൈപ്പർസോണിക് മിസൈൽസ് വെച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഡ്വാൻസ്ഡ് മിസൈൽ സിസ്റ്റം വെച്ചോ ഈ വിമാനം ഷൂട്ട് ഡൗൺ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു നഷ്ടമായി മാറും. ഇതിനു പകരമായി നിരവധി കപ്പലുകൾ വാങ്ങിക്കാം, നിരവധി സബ്മറൈൻസ് വാങ്ങിക്കാം. ഈ ഒരു വിമാനം വാങ്ങിക്കുന്ന തുകയ്ക്ക് 2-3 അറ്റാക്ക് സബ്മറൈൻസ് നിർമ്മിക്കാൻ പറ്റും, ഡിസ്ട്രോയറും നിർമ്മിക്കാൻ പറ്റും. ഇങ്ങനെ സ്മാർട്ടായി ഇൻവെസ്റ്റ് ചെയ്യാം. സോ ചൈനയെ എതിർക്കണമെങ്കിൽ നിരവധി ആയുധങ്ങൾ ആവശ്യമാണ്. അതായത് ആയുധങ്ങളുടെ എണ്ണവും കൂടണം, അതുപോലെ തന്നെ ക്വാളിറ്റിയും അധികമായി വേണം. സോ ഒരു വിമാനം വാങ്ങിക്കാൻ വേണ്ടി ഇത്രയധികം പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ വലുതാക്കി കാണിച്ച് അതിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഡിഫൻസ് മുഴുവനായും കൊളാപ്സ് ആകും. അതിന് പകരമായി പല വിഭാഗങ്ങളായി തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിരവധി കപ്പൽ നിർമ്മിക്കുമ്പോൾ ഒരു വലിയ ബലം കിട്ടും. ഈ B-21 റൈഡർ എന്നത് 100% ഒരു ഒഫൻസീവിന് വേണ്ടി നിർമ്മിച്ച വിമാനമാണ്. ഓസ്ട്രേലിയ എന്തായാലും ഒഫൻസീവിനായി പോകുന്നില്ല. സോ ആ ഒരു പണം കൊണ്ട് നിരവധി കപ്പലുകൾ വാങ്ങിക്കാം, എന്നിട്ട് സ്വന്തം രാജ്യം സംരക്ഷിക്കാം. അതിനുശേഷം എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് അവരുടെ വാദങ്ങളും അവർ മുൻനിർത്തി. ഈ സമയത്ത് ഈ വിമാനം വാങ്ങണമെന്ന് പറയുന്നവർ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്, പക്ഷേ നമ്മുടെ പക്കൽ ഇങ്ങനെ ഒരു വിമാനമുള്ളത് നമുക്ക് ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഇനി അഥവാ ചൈന നമുക്കെതിരെ ആക്രമിക്കണമെന്ന് പറഞ്ഞു വന്നാൽ തന്നെയും അവരെ അസ്ഥിരപ്പെടുത്താൻ ഈ ഒരു വിമാനം തന്നെ മതിയാകും. കാരണം ഇതൊരു 6th ജെൻ എയർക്രാഫ്റ്റ് ആണ്. കൂടാതെ ഇത് അവരുടെ റഡാറിൽ കുടുങ്ങില്ല. ചൈനയുടെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓസ്ട്രേലിയ അവരുടെ സാറ്റലൈറ്റ് വെച്ച് ചൈനയെ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ചൈനയുടെ പ്രധാനപ്പെട്ട മിലിറ്ററി ഇൻസ്റ്റാലേഷൻ എവിടെയാണുള്ളത്, മിലിറ്ററി ട്രൂപ്സ് എന്തിനെതിരെയാണ് നീങ്ങുന്നത്, അവരുടെ ആംസ് എവിടേക്കാണ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇതെല്ലാം ഇന്റലിജൻസ് റിപ്പോർട്ട് വെച്ചും അതുപോലെ തന്നെ സാറ്റലൈറ്റ് വെച്ചും അവർ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗ്യാദർ ചെയ്ത ഇൻഫർമേഷൻ എടുത്ത് ഈ B-21 റൈഡർ വെച്ച് ഒരു ആക്രമണം നടത്തുമ്പോൾ ചൈനയ്ക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത അത്രയും നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. സോ ഈ വിമാനം ആവശ്യമാണ് എന്നാണ് അവർ പറയുന്നത്. ഇത് രണ്ടിൽ ഏതായിരിക്കും അവർ ചൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ മാക്സിമം അവരുടെ F-35 വിമാനങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ മാത്രമേ അവർ ശ്രമിക്കുകയുള്ളൂ. തീർച്ചയായും B-21 റൈഡർ വാങ്ങാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇത് ഞാൻ ഇവിടെ എടുത്തു പറയുന്നതിന്റെ പ്രധാന കാരണം തന്നെ ഇതുവരെ ഈ വിമാനം അവരുടെ സേനാ വിഭാഗത്തിൽ അമേരിക്ക ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഉൾപ്പെടുത്തിയാൽ തന്നെ വളരെ പെട്ടെന്ന് മറ്റൊരു രാജ്യത്തിനും ആ വിമാനം കൊടുക്കാൻ സാധ്യതയില്ല. ഇനി അഥവാ അത് ചൈനയെ എതിർക്കാനാണെങ്കിൽ കൂടി. എല്ലാത്തിനും അപ്പുറം ഓസ്ട്രേലിയൻ ജനങ്ങൾക്കും ഓസ്ട്രേലിയൻ ഭരണകൂടത്തിനും ഇത് വളരെ വലിയൊരു ബർഡനായി മാറും. എന്തായാലും നല്ലതുപോലെ ആലോചിച്ചിട്ട് മാത്രമായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇനി അഥവാ ഓസ്ട്രേലിയൻ എയർഫോഴ്സ് ഈ വിമാനം വാങ്ങിക്കണമെന്ന് തീരുമാനം എടുത്താൽ തന്നെയും വളരെ വലിയ ഒരു കടക്കണിയിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.